നമസ്കാരം. കുറെ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കുകളായി പോയി. പിന്നെ പനി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യാതിരിക്കുമായിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം വൈറ്റിലയിൽ ഒരു ചേച്ചി സ്കൂട്ടറും കൊണ്ട് റോഡിലോട്ട് കയറുന്ന ഒരു വീഡിയോ കണ്ടത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, വൈറ്റിലെ മാത്രമേ ഉള്ളൂ ചേച്ചി സ്കൂട്ടറും കൊണ്ട് ഓടുന്നതെന്ന്. നിങ്ങൾ ഈ വാർത്ത കണ്ടു കാണും, എന്നാലും ഒന്ന് നിങ്ങൾ കണ്ടു നോക്കും. മേൽപ്പാലത്തിലേക്ക് ദിശ തെറ്റിച്ചു കയറാനുള്ള ഇരുചക്ര വാഹന യാത്രക്കാരിയുടെ ശ്രമത്തിനിടെ വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. കൊച്ചി വൈറ്റില മേൽപ്പാലത്തിലേക്ക് റോഡ് കുറുകെ കടന്ന് കയറാൻ ശ്രമിക്കുന്നതിനിടെ കുണ്ടന്നൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്ന ബൈക്ക് പെട്ടെന്ന് നിർത്തിയതിന് പിന്നാലെയായി സ്വകാര്യ ബസ് വന്നിടിച്ചു. ബസിന്റെ ഇടയിൽ മുന്നോട്ട് നീങ്ങിയ ബൈക്ക് റോഡിന് കുറുകെ നിർത്തിയ സ്കൂട്ടറിൽ ഇടിച്ചു. അപ്പൊ കുണ്ടന്നൂരിൽ നിന്ന് ഒരു ചേച്ചി സ്കൂട്ടറിൽ പോയ ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. അതിനിടെ ബൈക്കിലിടിച്ച ബസ്സിന് പിന്നിലായി ഒരു സ്കൂൾ ബസ്സും മറ്റൊരു സ്വകാര്യ ബസ്സും കൂടി വന്നിടിച്ചു. അങ്ങനെ കൂട്ടിയിടിയിൽ ഒട്ടേറെ പേർക്ക് പരിക്ക് പറ്റി. തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെ ഉണ്ടായ കൂട്ടിയിടിയിൽ 1 മണിക്കൂറോളമാണ് ഗതാഗതം സ്തംഭിച്ചത്. വണ്ടി ഇടിച്ചിട്ട് ചേച്ചി നോക്കി നിൽക്കുക. പുറകിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഇപ്പോഴല്ലയോ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ആ ചേച്ചി കൊണ്ട് ക്രോസ് വെച്ചത് മാത്രമേ ചേച്ചിക്ക് അറിയത്തുള്ളൂ. പുറകിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചേച്ചി അറിഞ്ഞതേയില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് ബസ് ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ 4 FIRകളും രജിസ്റ്റർ. ഇതിലെ പ്രധാന ഒരു പോയിന്റ് എന്താന്ന് വെച്ചാല്, ആ ബസ്സുകാർക്കെതിരെയാണ് ഇപ്പൊ FIR ഇട്ടക്കുന്നത്. ഇപ്പൊ ഈ വാർത്ത ഞാൻ എന്തിനാണ് ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? റോഡിൽ കൂടെ പോകുമ്പോൾ ഇതേ സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഓരോ ചേച്ചിമാർ നേരെ വണ്ടി എടുത്തുകൊണ്ട് റോഡിലോട്ട് ഇറങ്ങുക. പിന്നെ ഇതേണത്തെ സംഭവങ്ങളായിരിക്കും റോഡിൽ മൊത്തം. ബ്രേക്ക് ഉണ്ടോ അല്ലെങ്കിൽ എവിടെങ്കിലും നിർത്തണോ എന്നൊന്നും നോക്കാറില്ല. ഒറ്റ പോക്ക. ഇറങ്ങുന്ന സ്ഥലം പിന്നെ നിർത്തുന്ന സ്ഥലം, ഇത് മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. റോഡിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അവർക്ക് അറിയത്തില്ല. ഇതുപോലത്തെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക.